നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനം ലാൻഡ് ചെയ്ത ഉടൻ എഴുന്നേറ്റ് വേഗം പുറത്തിറങ്ങരുത്. വൻ തുക പിഴ ഈടാക്കേണ്ടി വരും. എല്ലാ രാജ്യങ്ങളുമല്ല, ഈ രാജ്യത്ത് മാത്രം. ഏത് രാജ്യമാണെന്ന് നോക്കാം. ഏത് രാജ്യമാണ് ഇത്തരത്തിൽ കടുപ്പിച്ചിരിക്കുന്നത് എന്ന് കൂടി നമുക്ക് വിശദമായി നോക്കാം. പ്രവാസികൾക്കും അതുപോലെ തന്നെ മറ്റ് വിമാനയാത്ര ചെയ്യുന്നവർക്കുമൊക്കെ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണിത്. തുർക്കിയാണ് ഇത്തരത്തിലൊരു പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ലാൻഡിങ്ങിന് ശേഷം സീറ്റുകളിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കാനാണ് തുർക്കി സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ പിഴത്തുക എത്ര എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. തുർക്കിഷ് ചാനലായ ഹാൽക്ക് TV റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇത് ഏകദേശം 2603 തുർക്കിഷ് ലിറ വരെയാകാം എന്നാണ്. പക്ഷെ അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഈ തുക ഏകദേശം 5687 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ്. തുർക്കി സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ കമാൽ യുക്സക് വ്യക്തമാക്കുന്നത് യാത്രക്കാർ സുരക്ഷാ നടപടിക്രമങ്ങൾ ലംഘിക്കുന്നതിൽ വർധനവുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ യാത്രക്കാർ സുരക്ഷ ഒട്ടും നോക്കുന്നില്ല, അത് ലംഘനങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിയമങ്ങൾ കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നത്. യാത്രക്കാരുടെ ലഗേജുകളുടെ സുരക്ഷ അപകടത്തിലാക്കുന്ന രീതിയിലാണ് പല യാത്രക്കാരും പെരുമാറുന്നത്. എഴുന്നേറ്റ് നിൽക്കുക, സീറ്റ് ബെൽറ്റ് അഴിക്കുക, ഓവർഹെഡ് ബിന്നുകൾ തുറക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുതിയ നിയമങ്ങൾ അനുസരിച്ച് വിമാനം പൂർണ്ണമായി പാർക്ക് ചെയ്യുന്നത് വരെ യാത്രക്കാർ സീറ്റുകളിൽ ഇരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, സീറ്റുകളിൽ നിവർന്നിരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ പിഴ ഈടാക്കും. വിമാനത്തിൽ നിന്നിറങ്ങുന്ന മുഴുവൻ പ്രക്രിയയെ വൈകിപ്പിക്കാനും സഹയാത്രികർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കാനും സാധ്യതയുള്ള ക്ഷമയില്ലാത്ത യാത്രക്കാരെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് പുതിയ നിയമത്തിലൂടെ അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റൊരു വാർത്ത കൂടി നോക്കാം. ബീജിംഗിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെട്ട വിമാനം യാത്ര റദ്ദാക്കുന്ന ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ടേക്ക് ഓഫിനിടെ വിമാനത്തിന്റെ എഞ്ചിനിൽ തീ പടർന്നതാണ് സർവീസ് റദ്ദാക്കാൻ കാരണമായത്. യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിലാണ് തീ പടർന്നത്. യുണൈറ്റഡ് എയർലൈൻസിന്റെ UA889 വിമാനമാണ് യാത്ര റദ്ദാക്കിയത്. ബോയിങ് 777 വിമാനത്തിന്റെ എഞ്ചിന് ടേക്ക് ഓഫിനിടെ തീ പിടിക്കുകയായിരുന്നു. മെയ് 26 ബീജിംഗ് ക്യാപിറ്റൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം. വിമാനത്തിന്റെ 2 എഞ്ചിനിലും തീ പടർന്നതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഉടൻ തന്നെ അടിയന്തരമായി ടേക്ക് ഓഫ് റദ്ദാക്കി. എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ്. സാൻ ഫ്രാൻസിസ്കോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ വിമാനമാണ് സർവീസ് റദ്ദാക്കിയത്. റൺവേയിലൂടെ വിമാനം നീങ്ങുന്നതിനിടെ വിമാനത്തിന്റെ വലത് എഞ്ചിനിൽ നിന്ന് തീനാളങ്ങൾ ഉയരുകയായിരുന്നു. ഇതോടെ പൈലറ്റ് ടേക്ക് ഓഫ് റദ്ദാക്കുകയായിരുന്നു.